നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM-മായി ബന്ധം അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച് ജി സുധാകരൻ നടത്തിയ പ്രതികരണം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. വർഷങ്ങളോളം പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്ന സുധാകരൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതോടെ ചോദ്യം ഉയരുന്നത് പാർട്ടിക്കുള്ളിൽ എന്താണ് നടക്കുന്നത്? കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചലനം. വർഷങ്ങളോളം CPM-ന്റെ കരുത്തായിരുന്ന നേതാവ് തന്നെ ഇപ്പോൾ പറയുന്നു ബന്ധം അവസാനിപ്പിച്ചു. CPM നേതൃത്വത്തോട് അതൃപ്തി തുറന്നു പറഞ്ഞ ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ കനക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊട്ടിത്തെറിയിലേക്കോ? പഴയ തലമുറയെ അവഗണിക്കുന്നുണ്ടോ CPM? മുതിർന്ന നേതാക്കൾക്ക് പാർട്ടിയിൽ സ്ഥാനം കുറയുകയാണോ? ഒരിക്കൽ പാർട്ടിയുടെ മുന്നണി പോരാളിയായിരുന്ന നേതാവ് ഇന്ന് ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത് വ്യക്തിപരമായ പ്രതിഷേധമോ അല്ലെങ്കിൽ CPM-നുള്ളിലെ വലിയ അസന്തോഷത്തിന്റെ സൂചനയോ? ജി സുധാകരനെ കാത്തിരിക്കുന്നത് കുലം കുത്തി മുദ്രയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാർട്ടി അംഗത്വം പുതുക്കാതിരുന്ന ജി സുധാകരൻ ഒടുവിൽ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. CPM-മായി ഇനി ഒരു ബന്ധവുമില്ല. അതുമാത്രമല്ല, അതിനേക്കാൾ കടത്തി അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവായ ജി സുധാകരൻ. ജി സുധാകരൻ ഉയർത്തിയ കുറേയേറെ ആരോപണങ്ങൾ അത് പാർട്ടിക്ക് മറുപടി പറയേണ്ട ബാധ്യതയായി മാറിയിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല ജി സുധാകരൻ, പ്രത്യയശാസ്ത്രത്തെയും തള്ളിപ്പറഞ്ഞിട്ടില്ല, പാർട്ടിയുടെ ഉയർന്ന നേതൃത്വത്തെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. ജി സുധാകരൻ എന്ന പ്രത്യേകതയുമുണ്ട്. അതേസമയം അമ്പലപ്പുഴയിൽ സ്വതന്ത്രരായി മത്സരിക്കുന്ന ജി സുധാകരനെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ UDF അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ അമ്പലപ്പുഴ മറ്റാർക്കും നൽകാതെ സുധാകരന് പിന്തുണ നൽകുവാൻ തന്നെയായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനം. ഇന്ന് ജി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗം കേൾക്കാം. ആദ്യം ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെ പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവായി. 2-3 ആഴ്ച പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്ര ഞാൻ സ്വതന്ത്രമായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു പാർട്ടിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല, ഒരു മുന്നണിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല. ക്ലിയറായ കാര്യമാണ്. വ്യക്തിഹത്യ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, ഇനി നടത്താൻ ഉദ്ദേശിക്കില്ല. എന്നെ നടത്തുന്നു. എൻ്റെ അച്ഛനും വരെ വിളിച്ചിട്ടുണ്ട്, അയച്ചു പറഞ്ഞു. അടുത്ത കാലത്ത് എൻ്റെ പേര് പോലെ സുധാകുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേരുണ്ട്, സുധാകുരൻ. ഒരു ഉപരി കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു ഏരിയ കമ്മിറ്റിയോ ആരും അതിനെ എടുക്കുന്നില്ല. ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ? നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത് ജില്ലാ കമ്മിറ്റിയോടോ? ക്ഷേത്രത്തൊന്നും കയറ്റാൻ പറ്റിയ ആളല്ല, അയാളുടെ ഭക്ഷണ രീതി അത് പറ്റിയതല്ല. ഞാൻ പറയുന്നത് ഇതെവിടെ നടക്കുന്നത്? പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടത്തുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക. അത് ഇന്നാലൊന്നുമില്ല, പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെയും നടത്തുന്നതുകൊണ്ടാണ് എന്റെ അച്ഛനെ വിളിച്ചത്. ഇതാണ് ജി സുധാകരന്റെ വാക്കുകൾ. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ജി സുധാകരന് പ്രവർത്തിക്കാൻ പറ്റാത്ത നിലയിലായോ CPM? ശ്രീ വെമ്പായൻ നസീർ, ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ CK ഷാക്കിർ, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ വെമ്പായൻ നസീർ, CPM-ൽ ഒരു ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. തന്നെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ പോലും അധിക്ഷേപിച്ചാൽ പാർട്ടിയുടെ ഉപരി കമ്മിറ്റി അതിൽ ഇടപെടുന്നു പോലുമില്ല. ആർക്കും ആരെയും അധിക്ഷേപിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പാർട്ടിയിലെ ഈ സ്ഥിതി വന്നെത്തിയിരിക്കുകയാണ് എന്നാണ് ജി സുധാകരൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? മഞ്ജുഷ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 65 കൊല്ലമായി CPM പോലത്തൊരു വലിയ ഒരു സംഘടിത ശക്തിയിൽ പ്രവർത്തിക്കുകയും 20 വർഷം, അതായത് 4 തവണ MLA ആവുകയും ചെയ്തു. അതുപോലെ MLA ആക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
10 വർഷം മന്ത്രിയായിരുന്നു, അതായത് 2 തവണ മന്ത്രിയായി. അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ അയക്കുന്നൊക്കെയാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അപ്പോൾ ഒരു പാർട്ടി ഒരു മനുഷ്യനെ കൂടി നീ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത് പരിഗണിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അണികളുള്ള വലിയൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും 10, 40, 50 വർഷമായിട്ട് ഈ പാർട്ടി ചോരയും നീരുമായി ഈ ഇടതു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരന് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലൊരു മെമ്പറായി മത്സരിച്ച് തോൽക്കാനുള്ള ഒരു ഭാഗ്യം പോലും അവരില്ല, നിൽക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല. അത്രത്തോളം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വലിയ വികാരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ഈ നേതാവ് പലതവണ മന്ത്രിയാവുകയും MLA ആവുകയൊക്കെ ചെയ്ത് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി മരണം വരെ അദ്ദേഹത്തിന് സ്ഥാനത്ത് മന്ത്രിയാക്കണം. അധികാര കൊതി കൊണ്ടാണ് ജി സുധാകരൻ പോകുന്നത് എന്നാണോ താങ്കൾ കരുതി വെച്ചത്? അധികാര കൊതിയാണ് ഇത്. സത്യത്തിൽ ഇത് പുറത്തു വന്ന വാർത്ത ശരിയാണെങ്കിൽ നാടൻ ഭാഷയിൽ അധികാരക്കൊതി എന്ന് പറയും. അതിൻ്റെ വേറെ നാടൻ ഭാഷ മരണം വരെയും കടിച്ചു തൂങ്ങി നിൽക്കുക. കാരണം ഇത്രയും നാൾ ഈ പാർട്ടിയിൽ നിന്ന് എന്തെല്ലാം നേടാനുള്ള എല്ലാം അദ്ദേഹം നേടിയില്ലേ? എല്ലാം നേടിയിട്ട് അവസാനം പോകുമ്പോൾ എന്താണ് എല്ലാം പോകുന്ന പോക്കി എല്ലാം ചവിട്ടി അന്ന് മറിച്ചിട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയല്ലേ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഈ സംഘപരിവാർക്ക് വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ ജി സുധാകരനെ പോലെ ഒരു ഇന്ധനം നൽകി ഈ പാർട്ടിയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഈ ശത്രുക്കൾക്ക് ആയുധം എറിഞ്ഞു കൊടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഈ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ജി സുധാകരൻ നേതാവേ എന്ന് വിളിച്ച നാവ് കൊണ്ട് വർഗവഞ്ചകൻ എന്ന് അണികൾ വിളിക്കേണ്ട അവസ്ഥ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചില്ലേ? പിന്നെ ജി സുധാകരൻ ഇടതുപക്ഷം ഇട്ടെന്നും പറഞ്ഞെന്നും ഒരു ആടിൻ്റെ ഒരു രോമം ഒഴിഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ലാത്തിക്ക് ബീജമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ എക്കാലത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിട്ടുള്ള KR ഗൗരിയമ്മ പാർട്ടി ഇട്ടിട്ട് എന്ത് സംഭവിച്ചു? പാർട്ടിക്ക് ഒരു ക്ഷീണം പോലും പോയിട്ട് ഒരു പോറലും പറ്റില്ല. അതുപോലെ സഖാബ്രാഘവൻ അതുപോലെ എത്ര പാർട്ടി വിട്ടു. ശരി, പക്ഷേ ഇതേ ജി സുധാകരനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ പാർട്ടി എല്ലാ ശ്രമങ്ങളും മര്യാദ കാണിച്ചില്ലേ? MA ബേബി വിളിക്കുകയും ചെയ്തു. മര്യാദ കാണിച്ചില്ലേ? പിന്നെ മറ്റൊരു കാര്യം, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആരും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല ജി സുധാകരനോട്. അല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ജി സുധാകരനുള്ള പിന്തുണ കൂടിയാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അഴിമതി വിരുദ്ധ മുഖം അത് ജി സുധാകരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരാളെ അധിക്ഷേപിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. പാർട്ടി വിട്ട് പോകുമ്പോൾ തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അധിക്ഷേപം തുടങ്ങും. അത് ചെയ്യാത്തത് ജി സുധാകരനുള്ള മഹത്വം കൊണ്ട് കൂടിയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? അധികാര കൊതി കൊണ്ട് CPM വിട്ട് സ്വതന്ത്രനായി മാറിയിരിക്കുന്നു ജി സുധാകരൻ, അങ്ങനെയാണോ? ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല. സുധാകരന് കേരള രാഷ്ട്രീയത്തിൽ അല്ലാതെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് വലിയ ഒരു പേരുണ്ട്, ഒരു പെരുമയുണ്ട്. കളങ്കമില്ലാത്ത ഒരു മന്ത്രി, രാഷ്ട്രീയ നേതാവ്, ഒരു CPM നേതാവ്. ഞാൻ പറയുന്നത് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെയാണ് പറയുന്നത്. അത് അദ്ദേഹത്തെ പോലെ ഒരാളെ പാർട്ടിക്ക്, CPM-നെ പോലൊരു പാർട്ടിക്ക് നഷ്ടപ്പെടുന്നത് ഒരിക്കലും ഭൂഷണമല്ല. CPM-ന് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് വിഷമഘട്ടത്തിൽ പാർട്ടിയെ ഉപേക്ഷിക്കുമോ എന്നുള്ള ചോദ്യം അല്ല, അതുകൊണ്ട് അത് മറുചോദ്യം രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ഇതേക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കൂടെ നിർത്തണമായിരുന്നു. അത് പാർട്ടി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെയും. പക്ഷേ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പെരുമാറ്റം കിട്ടിയില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചത് അദ്ദേഹത്തെ നേതാവല്ലേ, താൻ വളർത്തിയെടുത്ത കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ ഇവിടെ, അവരൊക്കെ തന്നെ കൊണ്ടു നടക്കുമായിരുന്നു, അല്ലെങ്കിൽ ആദരിക്കുമായിരുന്നു, ആദരവോടൊക്കെ പരിഗണിക്കുമായിരുന്നു, വൈകുന്നേരം മീറ്റിങ്ങിനൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നു, കമ്മിറ്റികളിൽ വിളിക്കുമായിരുന്നു എന്നൊക്കെ വിശ്വസിച്ചിരുന്നിരിക്കാം. പക്ഷേ പരിഗണന കിട്ടിയില്ല. ആ പരിഗണന കിട്ടാതെ പോയി. അതാണ് അദ്ദേഹത്തെ വ്രണപ്പെടുത്തിയത്. പക്ഷെ ഞാനിപ്പോഴും പറയും, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. എൻ്റെ മഞ്ജുഷ, കാശും കൈക്കൂലിയൊന്നും വേണ്ട എന്ന് ഒരു രാഷ്ട്രീയ നേതാവ് മന്ത്രിയാവുമ്പോൾ തീരുമാനിച്ചാൽ തന്നെ അദ്ദേഹം പകുതി വിജയിച്ചു. അതാണ് പണ്ട് VM സുധീരൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നമുക്കറിയാമല്ലോ. അവിടെ സുധീരൻ കുറച്ച് കാലത്തേക്കേ മന്ത്രിയായുള്ളൂ.
അദ്ദേഹം ആദ്യമേ പറഞ്ഞു ഇവിടുത്തെ സ്ഥലമാറ്റത്തിനൊന്നും ഞാൻ കാശ് മേടിക്കുകയില്ല, ഒരാളും കാശ് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം വളരെ സുഗമമായി ഞാൻ തരും. പക്ഷേ അധികം കാലം അദ്ദേഹം മന്ത്രിയായില്ല, കുറച്ച് കാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ജി സുധാകരനെ ദേവസ്വം മന്ത്രി എന്ന നിലയിലും ആ രീതിയിൽ കാണുന്നുണ്ട്. ആ രീതിയിൽ തന്നെ കാണണം. ആ രീതി പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയ്ക്ക് സുധാകരൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം. അദ്ദേഹം ഓടി നടന്നു, പണി നടക്കുന്നിടത്തെല്ലാം ചെന്നു, എഞ്ചിനീയർമാരുടെ കൂടെ കൂടി. കൈക്കൂലി മേടിച്ചിരുന്നത് മാത്രമല്ല, അവരാരും കൈക്കൂലി മേടിക്കാൻ അദ്ദേഹം കൂട്ടുനിന്നുമില്ല, സഹായിച്ചുമില്ല. അതാണ് എൻ്റെ ഗുണം. അതുകൊണ്ട് ആ ഒരു പേരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് CPM എനിക്ക് മറുവശം കൂടി പറയാനുണ്ട്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകരുത്. കാരണം ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഉണ്ടല്ലോ, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, CPI ആവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, ആ പാർട്ടിക്കകത്തുകൂടെ ജനിച്ച് വളർന്ന് വരുന്ന SFIയിലൂടെ KSUവിലൂടെ ഒക്കെ വളർന്ന് വരുന്നവൻ ആ ഒരു ജീവിതകാലം കഴിയുമ്പോൾ മന്ത്രിയായാലും മന്ത്രിയായില്ലെങ്കിലും സുധാകരൻ 2 തവണ മന്ത്രിയായതാണ്. 2 തവണ വളരെ എഫക്റ്റീവായിട്ട് മന്ത്രിസ്ഥാനം 5-10 വർഷം മന്ത്രിയായതാണ്. 4 തവണ MLA ആയി. 4 തവണ MLA ആയി. നല്ല സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച, കേരളം അറിയുന്ന, എക്കാലവും അറിയുന്ന, ഓർമ്മിക്കുന്ന ഒരു മന്ത്രിയായ ആളാണ് ജി സുധാകരൻ. അപ്പോൾ അദ്ദേഹം വളർന്നു വന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുക്കുകയും അവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്രയായാലും കോൺഗ്രസിന്റെ പിന്തുണയോടെ, UDFന്റെ പിന്തുണയോടെ ജയിച്ചു വന്നാൽ പോലും അദ്ദേഹത്തിന് ആ മഹത്വം കിട്ടുകയില്ല. അത് കിട്ടത്തില്ല. അത് ജയിച്ചു വന്ന വീണ്ടും മന്ത്രിയായാൽ പോലും ശരിക്കും പറഞ്ഞാൽ കേരളം അദ്ദേഹത്തെ ആ നിലയ്ക്ക് കാണുകയില്ല. അത് അദ്ദേഹത്തിന് ആത്യന്തികമായിട്ട് ഒരു നഷ്ടക്കച്ചവടമായിരിക്കും എന്നാണ് സുധാകരനെ എന്നും ആരാധനയോടെ മാത്രം, സ്നേഹത്തോടെ മാത്രം, ആദരവോടെ മാത്രം കണ്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ. ഈ അപമാനം സഹിച്ച് നിൽക്കണോ അദ്ദേഹം ഈ പാർട്ടിയിൽ? അങ്ങനെ ഒരു അപമാനം ചിലപ്പോൾ അനുനയത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. കാരണം പാർട്ടിക്ക് അത് ദോഷമുണ്ടാകാത്ത രീതിയിൽ. അല്ല, ഇപ്പം കേരളത്തിലെ MA ബേബി എന്ന് പറഞ്ഞാൽ CPMന്റെ ദേശീയ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വരെ വിളിച്ച് പറഞ്ഞില്ലേ, സംസാരിച്ചില്ലേ? ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ആ ഒരു തലമുറയിൽ ഈ SFIയുടെ നേതാക്കളായിരുന്നവരാണ് ഇവരെല്ലാവരും. നമുക്കറിയാം KSUവിൻ്റെയും SFIയുടെയും വരവ് പരസ്പരം ഏറ്റുമുട്ടി ഉറ്റുനോക്കി. അപ്പോൾ ഭുവനേന്ദ്രൻ, സുധാകരൻ്റെ സഹോദരൻ, 12 NSS കോളേജിൽ വെച്ച് കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ടതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് SFIയെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെയുള്ള കെട്ടുപാടുകളുള്ള അനേകം മാനസികമായിട്ടും അവിടെ നിന്നൊക്കെ വിട്ടുപോരാൻ പറ്റാത്ത കെട്ടുപാടുകൾ ഏറെയുള്ള ജി സുധാകരനെ പോലൊരാൾ CPM പോലൊരു പാർട്ടിയിൽ നിന്ന് പോകുന്നത് അദ്ദേഹത്തിനായിരിക്കും ക്ഷീണം. മഞ്ജുഷിനറിയാമല്ലോ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്കറിയാം എത്രയോ ഘട്ടം MV രാഘവൻ, കണ്ണൂർ രാഷ്ട്രീയം, ഇവിടെയൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ അകത്ത് കിടന്ന് രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, കോൺഗ്രസ് രാഷ്ട്രീയവും CPM രാഷ്ട്രീയവും. അതുകൊണ്ട് ഈ രാഷ്ട്രീയങ്ങളൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ട MVRനെയും സാക്ഷാൽ ഗൗരിയമ്മയെയും കണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയം, അവരുടെയൊക്കെ വരവും പോക്കും വളർച്ചയും താഴ്ചയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ആത്യന്തികമായിട്ട് ജി സുധാകരന് ഇതൊരു തിരിച്ചടിയാവും. ശരി, സയ്യിദ് പണിക്കർ, ഒരു തിരിച്ചടിയാണോ ജി സുധാകരന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുവാനുള്ള തീരുമാനം പാർട്ടി ബന്ധം വിട്ട്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പോകാനായിട്ട് നിരവധി കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ മെറിറ്റ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തന്നെ മന്ത്രിയാക്കണമെന്നോ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നോ ഒന്നുമല്ല. ഇവിടെ പറയുന്നത് എന്താ, പാർട്ടി ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു, എന്നിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ അധികാര കൊതിയാണ് എന്നൊക്കെയാണ്. ഏതൊരു ഘട്ടത്തിലാണ് അദ്ദേഹം ബ്രാഞ്ചിലേക്ക് മാറിയത് എന്നും സംസ്ഥാന സമിതിയിൽ നിന്ന് അദ്ദേഹം മാറുന്നതിനുള്ള തീരുമാനം എങ്ങനെയാണ് വന്നത്, ഈ കാര്യത്തിനെക്കുറിച്ചെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കഴിഞ്ഞ 5 വർഷം പാർട്ടിയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല. അതെല്ലാം ആയതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാര കൊതി വന്നു എന്ന രീതിയിലേക്ക് പറയുമ്പോൾ ഇവിടെ ശ്രീ ജി സുധാകരൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പകരം എന്താ ചെയ്യുക, അദ്ദേഹത്തിനെ വളരെ കൃത്യമായിട്ട് സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നതിന് ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ശ്രീ നസീർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 63 വർഷം പാർട്ടിയുടെ നെടുന്തൂണായിട്ട് നിന്ന് പ്രവർത്തിച്ച, അല്പം മുമ്പ് നമ്മുടെ ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ അഴിമതിരഹിതനായിട്ടുള്ള ഒരു മന്ത്രി എന്ന ഇമേജ് പ്രതിപക്ഷത്തിനെ പോലും, അവരെ കൊണ്ട് പോലും അത് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവിനെ കുറിച്ച്
രോമം പോകുന്നത് പോലെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണയെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുന്നത്? 63 വർഷം വെള്ളം കോരിയതിനു ശേഷം അദ്ദേഹം രോമം പോകുന്നത് പോലെ ഞങ്ങൾക്കുള്ളൂ എന്ന് ശ്രീ നസീർ ഈ ചർച്ചയിൽ ഇരുന്ന് പറയുകയാണ്. അത് ആ സി രോമം പി എമ്മിന്റെ ഒരു പൊതു പോകാതിരിക്കുന്നതിന് നിലപാടാണല്ലോ. ശ്രീജിത്ത് പണിക്കർ, ആര് പോയാലും സി പി എമ്മിന്റെ പ്രതികരണം ഈ രീതിയിലാണ്, എത്ര വലിയ നേതാവ് പോയാലും. പോയി അല്ല, കഴിഞ്ഞെങ്കിലേ അതാണ് ഉള്ളൂ പ്രശ്നം. ശ്രീത്തെ, പോയി കഴിഞ്ഞെങ്കിലേ ഉള്ളൂ, പോകുന്നതിനും വരെ അല്ല അങ്ങനെയില്ല. അത് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പിന്നെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ആ രോമം പോവാതിരിക്കുന്നതിന് വേണ്ടി ഇന്നലെ രാത്രി വരെ നോക്കിയതാണ്. നമ്മൾ നോക്കിയിരിക്കും, നേതാക്കൾ നോക്കിയിരിക്കും. ഇന്നലെ രാത്രി വരെ ഈ രോമം കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി നോക്കുമായിരുന്നു. ഇപ്പൊ അതിൽ ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രീ നസീർ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ശ്രീമതി ഗൗരിയമ്മയുടെ ആ പ്രസ്താവനയാണ്, അതായത് എനിക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നോക്കും. അവർ പോയിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് ഉണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഗൗരിയമ്മയുടെ പാർട്ടിക്ക് ഏതാണ്ട് 4 MLA വരെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കാൻ പാടില്ല. അതൊരു ചെറിയ കാര്യമല്ല. ആർക്കെതിരെയാണ് അവർ സ്ട്രഗിൾ ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവർ വന്നത്, ഈ കാര്യത്തിനെക്കുറിച്ചൊക്കെ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് വലിയ സ്റ്റെല്ലാർ നേതാക്കന്മാരെയൊക്കെ തന്നെ ഞങ്ങൾക്ക് രോമതുല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ മറ്റേതൊരു നേതാവിനെ പറ്റി ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പറയുകയുള്ളൂ. ഇപ്പൊ നോക്കൂ, മറ്റുള്ള ആൾക്കാരെ പറ്റി നോക്കൂ. സജി ചെറിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ശ്രീ സുധാകരൻ പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നാ പറഞ്ഞത്. ഇവരെല്ലാം തന്നെ ഇദ്ദേഹത്തിനെ അനുനയിപ്പിക്കണമെന്നുള്ള അഭിപ്രായം ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നയാളാണ്. ശ്രീ എം മണി പ്രതികരിച്ചിരിക്കുന്നത് നോക്കൂ. അദ്ദേഹവും മുതിർന്നൊരു നേതാവാണല്ലോ. പോകുന്നവൻ പോക്ക. അദ്ദേഹം പറയാം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു കോപ്പുമില്ല. ഇങ്ങനെയാ പറയുന്നത്. സുധാകരൻ വെറും ഷൂ, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിലെ ഷൂ എന്നുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് മണിയോട്. അതെ, നോക്കൂ, അതിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പാർട്ടിക്ക് വേണ്ടി എല്ലാം നൽകിയിരിക്കുന്ന ആൾക്കാരിൽ EMSഉം സുന്ദരയ്യയും മാത്രമേ ഉള്ളൂ, മറ്റുള്ള ആൾക്കാരൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരാൾ അഴിമതിരഹിതനായിട്ടുള്ള ഒരു മന്ത്രിയാണ്, അതായത് ഡിസിഷൻ മേക്കറായിട്ട് ഇരിക്കുകയും ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി പോവുകയും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇതിന്റെ ഒരു പ്രീകഴ്സറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. ശ്രീ MV ഗോവിന്ദന്റെ പ്രസ്താവന പരിഹാസച്ചിരി. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? പാർട്ടിക്കുള്ളിലെ അവഗണനയുണ്ട്, ചില ഭാരവാഹികളുടെ പെരുമാറ്റമുണ്ട്. ഇത് രണ്ടും തന്റെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചു. നമുക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അനുസ്മരണം നടക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ വീടിനടുത്ത് നടക്കുന്ന സമയത്ത് അതിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാതിരിക്കുന്നത് പ്രായം പരിഗണിച്ചിട്ടല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട എന്ന് പരിഗണിച്ചിട്ടല്ല, മറിച്ച് അദ്ദേഹം ഒഴിവാക്കപ്പെടുകയായിരുന്നു. എന്ത് കാര്യത്തിനത്? അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണത്തിൽ ശ്രീ G സുധാകരൻ വീടിനടുത്തുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ CPM-ന് എന്ത് നഷ്ടമാണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കോറായിട്ടുള്ള ഒരു ഇഷ്യൂ ഇല്ലേ? ആ ഇഷ്യൂ എന്താ അഡ്രസ് ചെയ്യപ്പെടാത്തത്? ഒരു LC അംഗം അദ്ദേഹത്തിന്റെ പിതാവിനെ അവഹേളിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ ശ്രീ മമ്മൂട്ടിയെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചത് ആരാ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അപ്പോൾ ശ്രീ G സുധാകരനെ പോലെ 63 വർഷം പാർട്ടിയുടെ എല്ലാമായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ഈ കാര്യം പറയുന്ന സമയത്ത് അത് അന്വേഷിക്കണ്ടേ? ശ്രീ MA ബേബി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിനെ ആരെങ്കിലും അധിക്ഷേപിച്ചെങ്കിൽ അത് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നായിരിക്കുമെന്ന്. വ്യാജ അക്കൗണ്ടും ജെനുവിൻ അക്കൗണ്ടും എല്ലാം ചേർന്നിട്ട് ശ്രീ മമ്മൂട്ടിയെ ആക്ഷേപിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോട് പരസ്യമായിട്ട് ഖേദപ്രകടനം നടത്തുന്നതിന്. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി അർഹിക്കുന്നതിന്റെ 10-1 ശ്രീ G സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട്, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം കൊണ്ട്, ഉണ്ടാക്കിയ സ്വീകാര്യത കൊണ്ട് അദ്ദേഹം അർഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം നോക്കൂ. അമ്പലപ്പുഴയിലെ ഭൂരിപക്ഷം കുറഞ്ഞു, അതിനെതിരെ അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിനെ കുറിച്ച് തന്നോട് വിശദീകരണം ചോദിക്കുന്ന സമയത്ത് എളവരം കരീമാണ് അതിന്റെ അന്വേഷണം നടത്തുന്നത്. 25 പേജുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് താൻ കൊടുത്തു. അതവർ വായിച്ചേ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന കൃത്യമായ ഗൂഢലക്ഷ്യത്തോടു കൂടി 22 ആരോപണങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ഫൈനലി കൊണ്ടുവന്നിരിക്കുന്നു. കരീമിന്റെ റിപ്പോർട്ടിൽ തന്റെ വാദങ്ങൾ ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഈ കാര്യങ്ങളിൽ അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴ ജില്ലയിലെ അംഗങ്ങൾ ഒഴികെയുള്ള ആരും തന്നെ പിന്തുണച്ചില്ല എന്നാണ്. മറ്റുള്ള പല ആൾക്കാരും നിശബ്ദരായിരുന്നു എന്നാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ശ്രീ സുധാകരൻ കൊടുത്തിരിക്കുന്ന വിശദീകരണം പരിഗണിച്ചോ ഇല്ലയോ? ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അന്വേഷിക്കേണ്ടതല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെതിരെ ചീത്തവിളിയും മറ്റു കാര്യങ്ങളും നടത്തുക, അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക എന്ന് പറയുന്ന ഏറ്റവും സാമാന്യ മര്യാദ
അതെന്തായാലും ശ്രീ ജി. പാർട്ടി സുധാകരൻ ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കിയത്. അതാണ് അദ്ദേഹം അത് പ്രശ്നം. ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ അമ്പലപ്പുഴയിൽ ഇപ്പോൾ എച്ച് സലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണല്ലോ. പക്ഷേ ആ എച്ച് സലാമിന് കിട്ടിയ ഭൂരിപക്ഷം നിങ്ങൾ നോക്കൂ എന്ന് അദ്ദേഹം പറയുമ്പോൾ അതാരും കേട്ടതായി ഭാവിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല. ശ്രീ CK ഷാക്കിർ, UDF എന്തായാലും പിന്തുണയ്ക്കുവാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് പിന്തുണച്ചാലും. കാരണം പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. പാർട്ടിയെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ മുതിർന്ന നേതൃത്വത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നേരെ ഈ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ആളുകളല്ല, അതിനേക്കാൾ താഴെയുള്ള ആളുകൾ നടത്തിയ അധിക്ഷേപങ്ങൾ, പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റിയിലുള്ളവർ പ്രതികരിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പരാതി. അദ്ദേഹത്തിനെ സുധാകുരൻ എന്ന് വിളിച്ചിട്ട് പോലും ആരും ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായി മാറുമല്ലോ. അപ്പോൾ ഇതുകൂടി ചിന്തിച്ചുള്ള ഒരു നിലപാടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ. സഖാവ് MV ഗോവിന്ദന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം G. സുധാകരനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതായി സുധാകരൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരല്ല. ഒരു പരിഗണനയും അർഹിക്കുന്നില്ല, പരിഗണിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് പുച്ഛഭാവത്തോടെ സംസാരിച്ചതിൻ്റെ പ്രതികരണമായിട്ടാണ് G. സുധാകരൻ ആദ്യമായി ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത്. എനിക്ക് ന്യൂസ് 8-ലെ ചർച്ചയിലിരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. G. സുധാകരനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള CPMന്റെ നേതാക്കന്മാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി മത്സരിക്കുന്നൊരു സാഹചര്യം വരുമെന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ മഞ്ജുഷിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്ക്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 2-3 ദിവസം ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. അതിനിടക്ക് മാനപ്പടക്കം പോലെ CPMന്റെ പ്രമുഖരായ യഥാർത്ഥ കമ്മ്യൂണിസം അവശേഷിക്കുന്ന മാന്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഒന്നൊന്നായി പടിയിറങ്ങി വരും. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ശ്രീ G. സുധാകരനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം എന്താണ്? പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് ഇപ്പോൾ CPMനകത്തുള്ളത്. അപ്പോൾ അതിൽ അവശേഷിക്കുന്ന ആ ക്രിമിനൽ സംഘത്തിൽ, പൊളിറ്റിക്കൽ ക്രിമിനൽ സംഘത്തിൽ ഞാനില്ല, ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തു വരികയാണ്. അതിനെ കേരളത്തിൽ എല്ലാവരും കൈയടിക്കുന്നു. സ്വാഭാവിക UDFും കൈയടിക്കും. നമുക്കറിയാം G. സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മിടുക്കനായ പൊതുമരാമത്ത് മന്ത്രി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളുടെ വർത്തമാനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. പാലാരിവട്ടം പ്രശ്നവും പാലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രാഷ്ട്രീയ ലാഭത്തോട് ദുഷ്ടലാക്കോട് കൂടി ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തപ്പോൾ G. സുധാകരൻ അന്ന് നടത്തിയ പ്രസ്താവന ഓർമ്മയുണ്ടാകും. ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന ഒരു മികച്ച മന്ത്രിയെ ഈ വിഷയത്തിൽ നിങ്ങൾ കുറ്റക്കാരനാക്കരുത്, മന്ത്രി കുറ്റക്കാരനല്ല എന്ന് പരസ്യമായി പറയാൻ CPMന്റെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള G. സുധാകരൻ തയ്യാറായിരുന്നു. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലവാരം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അത് മാന്യന്മാരുടെ രാഷ്ട്രീയമാണ്. അദ്ദേഹം ശരിയായ കമ്മ്യൂണിസ്റ്റാണ്. ആ ശരിയായ കമ്മ്യൂണിസ്റ്റ് ഇന്നില്ല. കമ്മ്യൂണിസത്തിൽ അപജയം സംഭവിച്ചിരിക്കുന്നു. ആ അപജയം സംഭവിച്ച കമ്മ്യൂണിസത്തിൽ ഞാനില്ല, പൊളിറ്റിക്കൽ ക്രിമിനൽ സംഘത്തിനൊപ്പം ഞാനില്ല എന്ന് പറഞ്ഞ് ധീരമായി നിലപാട് സ്വീകരിച്ച G. സുധാകരനെ പ്രബുദ്ധ മലയാളി ജനാധിപത്യ ബോധമുള്ള ആളുകൾ എല്ലാവരും സല്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അദ്ദേഹം ഏത് പാർട്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് UDFന്റെ കോൺഗ്രസിൻ്റെ ഒക്കെ തീരുമാനങ്ങൾ, മറ്റ് ഘടകകക്ഷികൾ തീരുമാനങ്ങളൊക്കെ പറയാമെന്ന് ശ്രീ VD സതീശൻ ഇന്ന് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം CPMന്റെ ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മൾ പിന്നെ പണിക്കരാവട്ടെ, മറ്റ് എല്ലാവരും നിങ്ങളൊക്കെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ജെൻറിൽ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഇത്രയും കാലം അദ്ദേഹം വളരെ ഉഷാറായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ദിവസം PK ശശിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അവിടുത്തെ DYFIയുടെ ഒരു ജില്ലാ ഭാരവാഹി വളരെ മോശമായി പ്രതികരണം നടത്തി. അതേ വ്യക്തി തന്നെ ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ആരാധ്യനായ നേതാവ് എന്നാണ്. അതായത് ഇപ്പം നിങ്ങൾ നേരത്തെ മഞ്ജുഷൊക്കെ പറഞ്ഞതുപോലെ പാർട്ടി വിട്ടാൽ ഇവർക്ക് കുലംകുത്തിയാണ്. എന്നാൽ വർഗവഞ്ചകൻ എന്നുള്ള പോസ്റ്ററുകൾ ഒട്ടിച്ചു തുടങ്ങി. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനോട് ഇപ്പോൾ UDFന്റെ നേതാക്കൾ പോലും പറയുന്നു, അവർക്ക് പോലും അത് പറയാൻ അർഹതയുണ്ട്. കാരണം സുധാകരൻ അത്രയും വിമർശനത്തിന് വിധേയരായിട്ടില്ല UDFന്റെ പക്ഷത്ത് നിന്ന്. കാരണം അങ്ങനെ വിമർശനം കേൾക്കാൻ മാത്രം അദ്ദേഹം ഈ അഴിമതി നടത്തുകയോ സ്വജനപക്ഷപാതം നടത്തുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഉപമ
അത് അദ്ദേഹത്തിന് യോജിക്കുന്നതാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് നിങ്ങൾ വർഗ്ഗവഞ്ചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ മുഴുവൻ അധിക്ഷേപിക്കാൻ നടക്കുന്നത്. അദ്ദേഹത്തിന് വീടിന് അടുത്ത് വരെ പോസ്റ്റർ പതിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല കേട്ടോ എന്ന് പറയുന്നുമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ ഈ ശ്രീജിത്ത് പണിക്കർ ആയാലും ശ്രീ ശാക്ര ആയാലും ജി സുധാകരൻ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും വെള്ളപൂശുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. വെള്ളപൂശേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ. അദ്ദേഹം ഓൾറെഡി ഞാൻ ചോദിക്കട്ടെ, ഈ ഇദ്ദേഹം നല്ല മന്ത്രി എന്ന് എന്റെ പ്രിയപ്പെട്ട അദ്ദേഹം കറുത്തിട്ടില്ലായിരുന്നു എന്ന് പറയാം. പ്രിയപ്പെട്ട സുഹൃത്തുവായ ജക്കബ് സാറും എല്ലാവരും സമ്മതിച്ചതാണ്. ഈ നല്ല ജി സുധാകരന് നല്ല മന്ത്രിയാകാനുള്ള അവസരം ആരാണ് സാർ നൽകിയത്? ആരാണ് സാർ നൽകിയത്? 10 വർഷം 2 തവണ MLA മന്ത്രിയായിരുന്നല്ലോ, 20 വർഷം MLA ആയിരുന്നല്ലോ, MLA പോട്ടെ മന്ത്രിയായിരുന്നല്ലോ. അഴിമതിയുടെ കറ പുരളാത്ത സംശുദ്ധനായ നേതാവ്. ഈ നേതാവാകാനുള്ള അവസരം ആരാണ് നൽകിയത്? മുസ്ലിം ലീഗോ? ഈ ശാക്കറിന്റെ പാർട്ടി മുസ്ലിം ലീഗോ നൽകിയത്? അതെ കോൺഗ്രസോ നൽകിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസരം കൊടുത്തിട്ടല്ലേ അദ്ദേഹം ജയിച്ചത്, മന്ത്രിയായത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ അദ്ദേഹത്തിന് മന്ത്രിയാക്കി. അപ്പം നല്ല മന്ത്രിയാകാനുള്ള അവസരം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ അതിലേക്ക് വരാം. സാർ, പ്രസ്ഥാനമാണോ വലുത്, വ്യക്തിയാണോ സാർ വലുത്? പറയണം. വ്യക്തികളെല്ലാവരും ചേർന്നാണ് ഒരു പ്രസ്ഥാനം. ഒരു വ്യക്തിയാണ്, പ്രസ്ഥാനമാണ് വലുത്, വ്യക്തികൾക്കല്ല. അതിലേക്ക് വരാം സാർ. ഒരു ഉറുദു കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞാണ്, അത് എല്ലാവരും അറിഞ്ഞത്. ഞാൻ അതിലേക്ക് മടുപ്പിലെ പറഞ്ഞു തീർക്കാം. കടൽ തിരയടിക്കുന്നുണ്ട്, ആഞ്ഞടിക്കുന്നുണ്ട്, കാണാൻ കൗതുകം. കുട്ടി അതിൽ നിന്നൊരു ബക്കറ്റിൽ കോരി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു. ചോദിച്ചു, എന്താ തിര അടിക്കാത്തത്? നീ അടിക്കുന്നില്ലല്ലോ. അവിടെ നിന്നപ്പോൾ ആഞ്ഞടിച്ചു. ഞാൻ കണ്ടു, എനിക്ക് കൗതുകമായി, ആവേശമായി. എന്താ അടിക്കാത്തത്? അപ്പൊ കടൽ വെള്ളം എന്താണ് ചോദിച്ചത്? ഞാൻ സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് അടിക്കാനുള്ള ഒരു ഉത്തേജകം, ഊർജം അവരോട് ചേർന്ന് ഉണ്ടാവുന്നത്. മാറ്റം ഞാനൊന്നുമല്ല എന്ന് വെള്ളം. അതുപോലെ തന്നെയാണ് സുധാകരന്റെ അവസ്ഥ. ഈ പ്രസ്ഥാനത്തിനോട് നിന്നാൽ സഖാവ് ജി സുധാകരൻ, പുറത്തുപോയ വെറും സുധാകരൻ, വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് സ്വീകരിക്കുക? ഈ മുങ്ങി താന്നുകൊണ്ടിരിക്കുക യു ഡി എഫ് ആണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? നിങ്ങളുടെ സുധാകരൻ ഉണ്ടല്ലോ, കണ്ണൂർ സിംഹം, അദ്ദേഹത്തിന് ഇവിടെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് ഞാൻ പോകും. വിലപേശുന്ന മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന UDF കോൺഗ്രസ് ആണോ അപ്പൊ സ്വീകരിക്കുന്നത്? അദ്ദേഹത്തിന് ഓക്കെ. പക്ഷെ ആരാണ് ഇപ്പൊ ഫേസ്ബുക്കിലായാലും വാട്സാപ്പായാലും സോഷ്യൽ മീഡിയ നോക്കിയാൽ അദ്ദേഹത്തിന് അങ്ങ് ഇന്നലെ വരെയും ജി സുധാകരനെ തെറി പറഞ്ഞവർ, ജി സുധാകരൻ മോശമാണെന്ന് പറഞ്ഞ UDF എല്ലാം ഇന്നിപ്പോ മാളത്തിൽ നിന്ന് പുറത്ത് ചാടി അദ്ദേഹത്തിനെ അങ്ങ് പുകഴ്ത്തുകയാണ്. ജി സുധാകരനെ അങ്ങ് നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നമ്മൾ വിജയിപ്പിക്കും, പുറത്തു വരണം എന്നും പറഞ്ഞ് ഇന്നലെ വരെയും ചീത്ത വിളിച്ച UDF-കാർ, ഈ മുസ്ലിം ലീഗുകാർ, ഈ കോൺഗ്രസ്സുകാർ. സാർ അത് ആലോചിക്കണം സാർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഈ ജി സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ അതെന്തുകൊണ്ട് പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടിയുടെ നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് അറിയാമായിരുന്നു അദ്ദേഹം ഇങ്ങനെ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹമായി എളമരം കരീമിനെതിരെ ഉന്നയിച്ച ആരോപണം, അതിനകത്ത് എന്ത് അസത്യമാണുള്ളത്? ഒരസത്യവുമില്ല. മഞ്ജുഷ്, ഞാൻ പ്രിയപ്പെട്ട മഞ്ജുഷിനോടും ജേക്കബ് സാർ ഒഴിച്ച് ബാക്കി എൻ്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ വളരെ ബഹുമാനിക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് കൃത്യമായ ഉത്തരം നിങ്ങൾ തരണം. ജേക്കബ് സാർ തരണ്ട, നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ തരണം. ഞാൻ അത് വെല്ലുവിളി എടുത്താൽ മതി. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ത് തെറ്റാണ് ജി സുധാകരനോട് ചെയ്തത്? അതൊന്ന് പറയണം. എന്ത് തെറ്റാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? ജി സുധാകരന് എന്ത് തെറ്റാണ്, എന്ത് കൊലച്ചതയാണ് ചെയ്തത്? അത് പറയണം. എന്ത് തെറ്റാണ് ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടാണോ തെറ്റ് ചെയ്തത്? എന്തോ വലിയ തെറ്റ് ചെയ്തൊന്നല്ല നിങ്ങളെല്ലാരും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജി സുധാകരൻ എന്ത് തെറ്റാണ് ചെയ്തത്? അത് പറയാം. എന്ത് തെറ്റാണ് ചെയ്തത് ചോദിക്കണം. എന്താ അദ്ദേഹം മനസ്സിലാക്കിയതാണോ? അവസരം കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവസരം കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അല്ല ശരി, മറുപടി പറയും മഞ്ജുഷേ. ഞങ്ങൾ മറുപടി പറയാം, ചാൻസ് തരികയാണെങ്കിൽ. പറഞ്ഞോളൂ. ഓക്കെ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ത് തെറ്റാ ചെയ്ത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്
ഇപ്പോഴത്തെ കേരളത്തിലെ പിണറായിസം അത് കമ്മ്യൂണിസം അല്ല, പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ലേ? അത് ശരിയല്ലേ? നിങ്ങൾ നോക്ക്. ഒരു മിനിറ്റ് പറയട്ടെ, അദ്ദേഹം നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ്. അതിന്റെ അർത്ഥം എന്താണ്? അത് കമ്മ്യൂണിസം അല്ല, ഇപ്പോഴത്തെ പിണറായിസമാണ്. നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയെ, നല്ല മന്ത്രിയെ, അത് അഴിമതി രഹിതമായി കേരളത്തെ ഭരിച്ചിട്ടുള്ള ഒരാളെ ഞങ്ങൾ പ്രശംസിക്കും. അത് കമ്മ്യൂണിസത്തെയല്ല. കമ്മ്യൂണിസം അഴിമതി എന്താ പറയാ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ ആടി ഉലയുന്ന കപ്പലാണ്. ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്ന മാന്യനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവശേഷിക്കുന്ന മാന്യനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് ഇതിൽ കേരളീയർക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ലീഗിനോട് പിടിച്ചിട്ട് കാര്യമില്ല. പിണറായി വിജയൻ ഈ നാട്ടിൽ നടക്കുന്ന വികസനം നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, സാധാരണ നിങ്ങൾ പോയാല് പഴയ ടെലിവിഷൻ ഉണ്ടല്ലോ, വോട്ടേജ് CPM ഒരാൾ രാജിവെച്ച് പോയാൽ അല്ല ഒരു മിനിറ്റ് 25-50 വർഷം നിങ്ങളുടെ UDF അല്ല, നിങ്ങൾ കളവ് പ്രചരിപ്പിക്കല്ലേ? കള്ളത്തരം പറയാന് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങൾക്ക് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. വേറൊരു കാര്യം പറയട്ടെ സുഹൃത്തെ, അല്ല ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ സാധാരണ CPM ആര് രാജിവെച്ചാലും കോന്നി മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഒരു നോട്ടീസ് സർജറി വിഭാഗത്തിൽ തന്നെ പതിച്ചിരിക്കുകയാണ്. അത് അവിടുത്തെ ജീവനക്കാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ പതിച്ചിരിക്കുകയാണ്. ദേവി അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് അല്ലല്ല, ആ മരണത്തിന് ഞങ്ങൾ ഉത്തരവാദികളാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വരണമെന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ഇവിടെ എന്തോ വലിയ നമ്പർ 1 കേരളം എന്നുള്ള രീതിയിൽ. ശരി, ഇന്നലെ കോന്നി അത് പല സംഭവങ്ങളും ഒറ്റപ്പെട്ടതായി വരുമ്പോൾ അത് കൂട്ടമായി തന്നെ വരും, അത് സംശയമില്ല. ഒരു കാര്യം മുഴുവൻ ശ്രീ ജേക്കബ് ജോർജ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞത് അത് CPM ഒരു പിടിവള്ളിയാണോ അല്ലയോ? പക്ഷെ അതേസമയം തന്നെ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ജേക്കബ്, സക്കീർ ലീഗിന്റെ നേതാവല്ലേ? അതെ. സക്കീർ, അങ്ങ് ഒരു സ്വതന്ത്രനായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അഭിപ്രായം, കേരളത്തിലെ ഒരു പൗരൻ്റെ അഭിപ്രായം എന്ന നിലയിൽ അങ്ങ് ലീഗിൻ്റെ വക്താവായിട്ട് ചാനലിൽ വന്ന് പറയുമ്പോൾ ഈ അഭിപ്രായത്തെ, അതായത് പിണറായിസം എന്നൊക്കെ പറയുന്ന, പണ്ട് അൻവർ പറഞ്ഞ പ്രയോഗമാണ് പിണറായിസം എന്നുള്ളത്, അദ്ദേഹം ഓടുപൊളിച്ച് മുഖ്യമന്ത്രിയായ ആളല്ലല്ലോ സക്കീർ. ഓടുപൊളിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവിടെ കയറിയിരിക്കുമല്ലോ. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ്. തെരഞ്ഞെടുത്ത രാഷ്ട്രീയത്തിൽ ഞാൻ പറയട്ടെ സക്കീറെ, നിങ്ങൾക്ക് സമയമുണ്ട്. രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിലൂടെ 2 തവണ അധികാരത്തിലെത്തിയ 1957 മുതൽ ഇങ്ങോട്ട് തുടരുന്ന മാറി മാറി വരുന്ന ഭരണത്തിൻ്റെ അകത്തൊരു ചെറിയ സ്തംഭനമുണ്ടാക്കി ഭരണത്തിൽ വീണ്ടും കയറിയ ആളാണ് പിണറായി വിജയൻ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് കയർക്കരുതേ, അത് ജനാധിപത്യമല്ല, അത് ലീഗിന്റെ വക്താവ്. നീ കോൺഗ്രസ്, ഞാൻ പറയട്ടെ എനിക്ക് പറയാനുള്ളതെന്ന് പറയട്ടെ. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്, നിങ്ങൾ പറഞ്ഞോടി, നിങ്ങൾ തുടർന്നോ? തുടർന്നോ, നിങ്ങൾ പറഞ്ഞോടി. പറഞ്ഞു. അല്ല നരേന്ദ്രമോദി 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഉഷാറാണെന്ന് പറയൂ? അല്ല, ഞാൻ നരേന്ദ്രമോദി 2ാം തവണ നരേന്ദ്രമോദി അല്ല, മോദി മാജിക് എന്ന് താങ്കൾ പറയൂ എന്നുള്ളതാണ്. മോദി മാജിക് താങ്കൾ സമ്മതിക്കൂ എന്നുള്ളതാണ്. പിണറായിസം എന്നുള്ളത് പറയരുതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മോദി മാജിക്കും താങ്കൾ അംഗീകരിക്കണം. അല്ല, ഞാൻ പറയുന്നത് മോദി 3ാമതും പ്രധാനമന്ത്രിയായത് ഇവിടുത്തെ വർഗീയത ഇളക്കി വിട്ടുകൊണ്ടാണ്. ആ തുടക്കം മുതൽ ഇങ്ങോട്ട് അതിൻ്റെ കേരളത്തിലെ അനുരണനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നയാളാണ്. കേരളത്തിൽ വർഗീയത കടന്നു വരാതിരിക്കാൻ, വർഗീയ കലഹം ഉണ്ടാകാതിരിക്കാൻ പാടുപെട്ട നേതൃത്വം, ലീഗിൻ്റെ നേതൃത്വത്തെ വളരെ കാര്യമായിട്ട് അനുകൂലിച്ചും കൊണ്ട് എഴുതിയ ആളാണ് ഞാൻ. അത് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പാണക്കാട് ശിഹാബ് തങ്ങൾ, അതുൾപ്പെടെയുള്ളവർ ഞാൻ സാക്ഷിയായിട്ട് എന്നെ അനുകൂലിച്ച് പറയും.
സംശയമില്ല. പക്ഷേ ഇവിടെ പക്ഷേ അത് പോട്ടെ, അത് പൊളിറ്റിക്കൽ പോട്ടെ, അല്ല പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നാണ് ജി സുധാകരൻ പറയുന്നത്. അതെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നുള്ളത് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിലെ കാര്യങ്ങളാണ്. അത് എനിക്ക് ഞാൻ പറയാം, സാറേ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് അദ്ദേഹം പറയുമ്പോൾ ജില്ലാ കമ്മിറ്റിയിലെ ആളുകളാണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നത്, ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് മേൽക്കമ്മിറ്റികൾക്ക് പരിഗണിച്ചുകൂടാ, മുഖവിലേക്ക് എടുത്തുകൂടാ എന്നുള്ളതൊരു ചോദ്യമാണ് മഞ്ജുഷേ, സംശയമില്ല. സുധാകരൻ്റെ പരാതികൾ അത് വ്യക്തതയോടുകൂടി നേതൃത്വം കേൾക്കണമായിരുന്നു. വൈകിപ്പോയി, ഇറ്റ്സ് ടു ലേറ്റ് നൗ എന്നാണ് എൻ്റെ അഭിപ്രായം, സംശയമില്ല. പക്ഷേ എം.വി. ഗോവിന്ദന്റെ ചിരിയോടുകൂടി എല്ലാം തീർന്നു. അതെ, വൈകി പോകുമ്പോഴത്തേക്ക്, ഇത്രയും വൈകി പോകുമ്പോഴത്തേക്ക് CPM-ന് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ. ഇനി ഇത് എങ്ങനെ രക്ഷപ്പെടാം? ഇന്നലെ വൈകുന്നേരമൊക്കെ നേതാക്കന്മാർ, നാസർ ഉൾപ്പെടെയുള്ളവർ നേതാക്കന്മാർ അവിടെ പോയി ചർച്ച ചെയ്തത് ഇതിന് എന്തെങ്കിലും ഒരു ഡാമേജ് കൺട്രോളിന് വേണ്ടിയാണ്. അത് നടക്കണമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടെന്താ എന്നുള്ളത്, വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന് ഉത്തരം ആണ് അടുത്ത ഘട്ടം. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഒരു സെക്കൻഡ് ശ്രീ ജേക്കബ് ജോർജ്, മറ്റൊരു കാര്യം, ഈ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ജി സുധാകരനെ അങ്ങനെ അപ്പാടെ തള്ളിക്കളയുവാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുമോ, അതോ ഈ അണികളുടെ വികാരം എന്ന രീതിയിലുള്ള ഈ പ്രതിഫലനമേ ഉണ്ടാവുകയുള്ളൂ? ജി സുധാകരനായതുകൊണ്ടാണ് ചോദിക്കുന്നത്. സുധാകരനോട് ആ സമീപനം സ്വീകരിക്കും? സുധാകരനോട് ആ സമീപനം സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ശരിയല്ല. അത് അല്ല, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആരും ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല കേട്ടോ. ആരും സംസാരിച്ചില്ല. രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമാവില്ല എന്നാണ് എൻ്റെ പക്ഷം. അത് വ്യക്തിപരമാണ്, രാഷ്ട്രീയമല്ല. ഞാൻ ഇടപെട്ടോട്ടെ. ബഹുമാന്യനായ ശ്രീജിത്ത് സാറ് പറഞ്ഞു മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞു. സാർ, ആ ശ്രീജിത്ത് സാറിനോട് എനിക്ക് പറയാനുള്ളത്, സാർ മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുത്തി അപ്പോ കുത്തി നോവിച്ചിട്ടില്ല സാർ. മമ്മൂട്ടി കമ്മ്യൂണിസ്റ്റ് സുധാകരൻ സാറ് ഒരു 1-2 വർഷമായിട്ട് അദ്ദേഹം അവസരം കിട്ടുമ്പോഴെല്ലാം ഈ പാർട്ടിയെ കുത്തി നോവിക്കുകയാണ്. പഴയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കും അദ്ദേഹം പറഞ്ഞത് അപ്പോഴപ്പോഴേ ഈ പാർട്ടി പാർട്ടിയോട് ചേർന്ന് നിൽക്കേണ്ട സമയമല്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ 20 വർഷവും അതുപോലെ 10 വർഷം മന്ത്രിയാക്കി ലക്ഷക്കണക്കിന് അണികൾ, ഒരു മെമ്പർ പോലും ആവാതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആവാതെ രക്തസാക്ഷിയ കുടുംബം പോലും ഉണ്ട്, അവർക്ക് പോലും മെമ്പർ ആവാതെ ഈ മനുഷ്യൻ എത്രത്തോളം ഈ പാർട്ടി എത്തിച്ചില്ലേ? ഈ വയസ്സാം കാലത്ത് ഉള്ള പെൻഷനും വാങ്ങിച്ച്, മന്ത്രി പെൻഷനും വാങ്ങിച്ച് വീട്ടിലിരിക്കുന്നതിന് പകരം തന്നെ വളർത്തി വലുതാക്കിയ, മന്ത്രിയാക്കിയ ആ പ്രസ്ഥാനത്തിനായി ശത്രുക്കൾക്ക് ഇട്ടുകൊടുക്കാനും എറിഞ്ഞു കൊടുക്കാനും ആയുധെറിഞ്ഞു കൊടുക്കാനും ഈ സുധാകരൻ ചെയ്യുന്നത് മനസാക്ഷിയോട് ചോദിക്കുക. ജി സുധാകരന്റെ പ്രായമാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ജി സുധാകരന്റെ പ്രായമാണെങ്കിൽ അല്ല, താങ്കൾ പറഞ്ഞു ഈ വയസ്സായ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യവും താങ്കൾ പറയണം. എല്ലാം കൊടുത്തില്ലേ? അങ്ങനെ എല്ലാം കൊടുത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഔദാര്യമൊന്നും നേതാവൊന്നും അല്ല. അദ്ദേഹത്തിന് ഒരു കാര്യം പറയാം, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു തവണ മത്സരിച്ച് മന്ത്രിയാക്കണം. അതിപ്പോ എല്ലാരും മന്ത്രിയാക്കാൻ പറ്റുമോ? അവസരം കൊടുത്തില്ലേ? നസീർ ഉന്നയിക്കുന്നത് പാർട്ടി സുധാകരനോട് എന്ത് തെറ്റാണ് ചെയ്തത് ഇത്രയുമായിട്ടും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നോക്കൂ, ശ്രീ നസീറിന്റെ ഈ ചർച്ച ശ്രീ ജി സുധാകരൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നീട് ജന്മത്ത് അദ്ദേഹം ആ ഭാഗത്തേക്ക് പോലും, ആ പാർട്ടിയുടെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഡിസോൺ ചെയ്യുകയാണ് ഇതുവരെ കൂടെ നിന്നിരുന്ന ആൾക്കാർ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നോക്കൂ, എന്ത് തെറ്റാണ് പാർട്ടി സുധാകരനോട് ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ചിന്ത. തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, എന്ത് തെറ്റാണ് സുധാകരൻ പാർട്ടിയോട് ചെയ്തത് പറയാമോ? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്, ഒരു സെക്കൻഡ് എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് സുധാകരനെ ഒരു LC അംഗം തന്തയ്ക്ക് വിളിച്ചത് എന്ന് ശ്രീ നസീറിന് പറയാമോ? എന്റെ ചോദ്യമാണ്, ഡയറക്റ്റ് പോയിന്റഡ് ക്വസ്റ്റ്യൻ ആണ്. നസീർ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? തന്തയ്ക്ക് വിളിക്കാവുന്ന എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? താങ്കൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അതിനെ തള്ളി പറയണം, തന്തയ്ക്ക് വിളിച്ചത് തെറ്റാണ് എന്ന് പറയണം. അതല്ല എങ്കിൽ തന്തയ്ക്ക് വിളിച്ചത് ശരിയാണ്, കാരണം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആ തന്തയ്ക്ക് വിളിച്ചത് എന്ന് പറയണം. ശ്രീ നസീറിന് അത് പറയാൻ കഴിയുമോ? അങ്ങയുടെ ഊഴത്തിൽ അത് പറയുമോ? ഇനി താങ്കൾ തള്ളി പറയുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തം ശ്രീ നസീറിന് മാത്രമേ ഉള്ളൂ, പാർട്ടിയുടെ വേറെ ആൾക്കാർക്കില്ലേ? പിന്നെ താങ്കൾ പറയുന്നത് എന്താ, മമ്മൂട്ടി പാർട്ടിയെ കുത്തി പറയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞത് എന്ന്. മമ്മൂട്ടിയാ പറഞ്ഞടേ നീ അങ്ങോട്ട് മാറി നില്ലടേ, ഇത് നിന്റെ പാർട്ടിയുടെ വിഷയമാണെന്ന് തോന്നുമെന്ന്. അത് പാർട്ടിക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നില്ല എങ്കിൽ മമ്മൂട്ടി രോമമല്ലാത്തത് കൊണ്ടാണ്. നാളെ കുറച്ചുകൂടെ നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് മമ്മൂട്ടി വേറൊരാളോട് പറയുകയാണെങ്കിൽ ഇതേ നസീർ ഇതേപോലെ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയും മമ്മൂട്ടി വെറും രോമമാണ് എന്ന് പറയും. ഇപ്പൊ സുധാകരനെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത്തെ ചോദ്യം, സുധാകരനെ ലോക്കൽ കമ്മിറ്റി അംഗം തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞതിനെ ശ്രീ നസീർ ന്യായീകരിക്കുന്നുണ്ടോ? 1. 2,
എന്ത് തെറ്റിന്റെ പേരിലാണ് സുധാകരൻ കൊടുത്ത വിശദീകരണത്തിലെ ഒരു ഭാഗം പോലും എളമരം കരീമിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താതിരുന്നത്? താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ? സുധാകരൻ എന്തായാലും അറിവില്ല. താങ്കൾക്ക് അറിവുണ്ടോ? എന്ത് തെറ്റിന്റെ പേരിലാണ് സുധാകരനെ വീടിന്റെ അടുത്തുള്ള അടിയന്തരാവസ്ഥ അനുസ്മരണ പരിപാടിയിലേക്ക് ക്ഷണിക്കാതെ പോലും ഇരുന്നത്? താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഇനി താങ്കൾ പറഞ്ഞൊരു കാര്യമാണ്, വ്യക്തിയാണോ പ്രസ്ഥാനമാണോ വലുത് എന്ന്. ഞാൻ ചോദിക്കുന്നത്, എ പത്മകുമാറിന്റെ കാര്യത്തിൽ, എൻ വാസുവിന്റെ കാര്യത്തിൽ, വിജയകുമാറിന്റെ കാര്യത്തിൽ വ്യക്തിയാണോ നസീറെ വലുത്, പ്രസ്ഥാനമാണോ നസീറെ വലുത്? ഇത്രയും കാലമായിട്ട് ഈ പ്രസ്ഥാനം ഇവരെ ആരെയും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ, വ്യക്തിയാണല്ലോ. അപ്പോൾ വ്യക്തി അങ്ങ് തള്ളി പറയാമായിരുന്നല്ലോ. പക്ഷെ ആ പ്രസ്ഥാനത്തിൽ അവരെ ചുമന്നുകൊണ്ട് ചുമക്കുന്നവനും നാറുന്ന അവസ്ഥയിൽ കൂടി ഇപ്പോൾ CPM നടന്നുകൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാം. ശിക്ഷിക്കപ്പെട്ട് ശിക്ഷാവിധി അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സഖാവായിരുന്നല്ലോ സഖാവ് കുഞ്ഞനന്ദൻ. കുഞ്ഞനന്ദനെ പാർട്ടി തള്ളി പറഞ്ഞു. കുഞ്ഞനന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞനന്ദന് നോബൽ സമ്മാനം സമാധാനത്തിലുള്ളത് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണെന്ന മട്ടിൽ പോസ്റ്റ് ഇട്ട ആൾക്കാരാണ് നന്മമരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടുത്ത നന്മമരം നമ്മുടെ KK ശൈലജയും. വ്യക്തിയാണോ അതോ പ്രസ്ഥാനമായിരുന്നോ വലുത്? പ്രസ്ഥാനമായിരുന്നു വലുത് എങ്കിൽ ഇങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള കുറ്റകൃത്യത്തിൽപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ടേം സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞനന്ദനെ തള്ളിപ്പറയണമായിരുന്നു. അല്ലാതെ പൂക്കളെയും പുഴകളെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു കുഞ്ഞനന്ദൻ എന്ന് അനുസ്മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പ്രസ്ഥാനത്തിനെയാണ് ചീത്തയാക്കുന്നത്. അപ്പൊ കുഞ്ഞനന്ദനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അപ്പൊ വ്യക്തിയാണ് നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിലൊക്കെ വലുത്, പ്രസ്ഥാനമല്ല. പിന്നെ എല്ലാം ഞങ്ങൾ കൊടുത്തുവെന്ന്. എന്താ കൊടുക്കുക? എത്ര വരെയാ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ഞാനും അപ്പനും സുഭദ്രയും കൂടെ ചേർന്ന കമ്മിറ്റിയോ? അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ രണ്ടാൾക്കാരെ നോക്കൂ, ഒരു തരത്തിലുള്ള അഴിമതിയുടെയും കറ പുരളാത്തയാൾ. ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള സംഭാഷണത്തിന്റെ ഭാഗവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധി ശ്രീ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ശബരിമല വിഷയം ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കറപ്റ്റാണ് എന്നാരെങ്കിലും പറയുമോ? കോൺഗ്രസോ ലീഗോ BJPയോ ആരെങ്കിലും പറയുമോ ശ്രീ G സുധാകരൻ ഒരു കറപ്റ്റ് പൊളിറ്റീഷ്യനാണ്, കറപ്റ്റ് മന്ത്രിയായിരുന്നു എന്ന് പറയുമോ? ഇല്ല. അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അദ്ദേഹത്തിനെ നിർത്തി ജയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ ചെയ്യാമെന്നേ. പക്ഷെ രണ്ടാമത്തെ തവണ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ തവണ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധാരണ വളരെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്, ഈ കുറ്റിച്ചൂലിനെ നിർത്തിയാൽ ജയിക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും അല്ല ശ്രീ G സുധാകരൻ ജയിക്കുന്നത്. വളരെ ശക്തമായിട്ട് മറ്റു പാർട്ടികളുടെയും അടിത്തറയുള്ള സ്ഥലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് കൊള്ളാമായിട്ടാണ്. അങ്ങനെ കൊള്ളാവുന്ന ഒരാളാണ് എന്ന് മറ്റുള്ള പാർട്ടികളിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടാക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യമാണ്. പിന്നെ താങ്കൾ പറഞ്ഞു, കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPMന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന മട്ടിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം സംസാരിച്ച സമയത്ത് ശ്രീ G സുധാകരൻ പറഞ്ഞതിന് സത്യം എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയുമായി CPMന്റെ സഹകരണം എന്നത് ചരിത്ര വസ്തുതയാണ്. അവർ തനിക്ക് വോട്ട് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്താ പറയുന്നത്? താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടി G സുധാകരൻ കള്ളം പറഞ്ഞിട്ട് വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്നാണോ പറയേണ്ടത്? അപ്പൊ കഴിഞ്ഞ ദിവസം വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞു, റിയാസിനെ ക്ഷണിക്കേണ്ടതില്ല, ഈ ദേശീയപാത ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ക്ഷണിക്കേണ്ടതില്ല, പൊതുമരാമത്ത് വകുപ്പിന് അവിടെ പങ്കില്ല, പണ്ട് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ റൂള് മാറി, ഇപ്പൊ അങ്ങനെ ഇല്ല എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഇതേ കാര്യം പറഞ്ഞിരുന്നല്ലോ നേരത്തെ. പൊതുമരാമത്ത് വകുപ്പിന് ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു അത് കുത്തി പറയുകയാണെന്ന്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി താല്പര്യമുള്ള ഒരു TV ചാനലിനെ കാളകൂട വിഷം എന്ന് MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അങ്ങനെ കാളകൂട വിഷമൊന്നും അല്ല, അവരിവിടെ പ്രവർത്തിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞു. നിങ്ങളും പറഞ്ഞതല്ലേ? കേന്ദ്ര സർക്കാർ ഏതാനും മണിക്കൂറുകളിലേക്ക് ഈ ചാനലിനെയൊക്കെ തന്നെ പണ്ട് ബ്ലോക്ക് ചെയ്തിരുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാരോട് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ട് ഉരുട്ടിക്കൊണ്ട് പോയതല്ലേ? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ദേശാഭിമാനി അല്ലാത്ത എല്ലാ പത്രങ്ങളും തന്നെ സംബന്ധിച്ച് വ്യാജ വാർത്ത കൊടുത്തു എന്നാണ് ശ്രീ G സുധാകരൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താ? ദേശാഭിമാനി അദ്ദേഹത്തിനോടൊപ്പം നിന്നത്. അതിനടുത്ത് അദ്ദേഹം പറഞ്ഞെന്താ? ദേശാഭിമാനി മുമ്പേ തന്നെ കുറിച്ചുള്ള വാർത്ത കൊടുക്കാറില്ല, തന്നെ പരിഗണിക്കാറ് പോലും ഇല്ല എന്ന്. ഞാൻ പറയുന്നത്, ചില ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സാറേ വലുത് വ്യക്തിയാണോ പ്രസ്ഥാനമാണോ? നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കറ കളഞ്ഞ പൊളിറ്റീഷ്യൻ, ഒരു തരത്തിലുള്ള അഴിമതിയുടെയും കറ പുരളാത്ത പൊളിറ്റീഷ്യൻ എന്ന് പേരുള്ള ആളിനെ നിങ്ങൾ പരിഗണിക്കുകയാണോ വേണ്ടത്, അതോ പരിഗണിക്കാതിരിക്കുകയാണോ എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് ശ്രീ നസീർ, ചില സമയങ്ങളിൽ പാർട്ടി അല്ലെങ്കിൽ വ്യക്തി പ്രസ്ഥാനത്തിനേക്കാൾ മുകളിലായിട്ട് നിങ്ങൾ പരിഗണിക്കും. ആൾക്കാരെ ഇൻഡിവിജ്വലായിട്ട് ടാർഗറ്റ് ചെയ്ത് സിംഗിൾ ഔട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ എല്ലാം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം കുത്തി നോവിക്കുന്നു. പ്രസ്ഥാനമാണ്, വ്യക്തിയല്ല മുകളിൽ എന്നുള്ള കാര്യം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CK ഷാക്കിർ, ഇവിടെ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് G സുധാകരൻ ഉദ്ദേശിച്ചത് ആലപ്പുഴയിലെ ജില്ലാ നേതാക്കളെ കുറിച്ചാണ്. അതല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അദ്ദേഹത്തിന് വിമർശനം നീട്ടിയിട്ടില്ല എന്ന്. അതാണ് ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞത്. താങ്കളാണല്ലോ പിണറായിസം ഇവിടെ ഉന്നയിച്ചത്.
എനിക്ക് മനസ്സിലാത്തൊരു സംഗതി ജേക്കബ് സാറൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ചർച്ച ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, കേരളത്തെ ഈ രീതിയിൽ നശിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ അദ്ദേഹം എന്തിനാണ് ശ്രമിക്കുന്നത് മനസ്സിലാവുന്നില്ല. താല്പര്യം അദ്ദേഹത്തെയൊക്കെ ഞാൻ കാണുന്നത് അത് നിങ്ങളെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയുന്നത് പിണറായിസം എന്ന് ആവർത്തിച്ച് പറയുന്നു. കാരണം പിണറായിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം നിങ്ങൾ കാണുന്നത് ഒരു നിങ്ങളുടേതായ രാഷ്ട്രീയ കണ്ണാടിയിലൂടെയാണ്. എനിക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഒരു കണ്ണാടി ഇല്ലാതെയാണ് ഞാൻ കേരള രാഷ്ട്രീയം കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ഞാനും ഏറ്റു പറഞ്ഞുകൊണ്ടെന്നുള്ള പിന്തിരിപ്പൻ വർത്തമാനം, ചീപ്പ് വർത്തമാനം പറയരുത് എൻ്റെ അടുത്ത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്ന് പറയണം. അതെ, അത് മാത്രം പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ അസഹിഷ്ണുത കാണിക്കല്ലേ? ഒന്നുമല്ലല്ലോ. അല്ല, മുസ്ലിം ലീഗ് പറയില്ല എന്ന് അത്ര ഉറക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞങ്ങള് പിണറായി വിജയനെ കുറിച്ച് ഞങ്ങൾ എന്ത് പറഞ്ഞു പറയാൻ നിങ്ങളാരാണ്? ഒരു മിനിറ്റ് മനുഷ്യ നിർത്ത്. നിങ്ങൾ ഏതെങ്കിലും കുപ്പായമിട്ട് നിങ്ങൾ വയലന്റ് ആവല്ലേ? നിങ്ങൾ വയലന്റ് ആവല്ലേ പ്ലീസ്? നിങ്ങൾ വയലന്റ് ആവല്ലേ? എനിക്ക് മനസ്സിലാത്തത് രണ്ടുപേരും പറയുമ്പോൾ മുസ്ലിം ലീഗും CPM എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ വളരെ പക്വതയോടെ കാണുന്ന ഒരാളല്ലേ? ഞാൻ പറയാം. നിങ്ങൾക്ക് നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. നിങ്ങൾ എന്ത് പറയണമെന്ന് നിങ്ങൾ ഇഷ്ടമാണ്, ഇടപെടാൻ വരുന്നില്ല. ഞാൻ എന്ത് പറയണമെന്നുള്ളത് അല്ല. മഞ്ജുഷ ഒരു മിനിറ്റ് അദ്ദേഹം അസ്വസ്ഥനാവല്ലേ? ഞാൻ പിണറായി വിജയനെ വിമർശിച്ചാല് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരാണ്? ഈ പിണറായി വിജയനെ ഞാൻ മാത്രം ഇപ്പൊ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് പറഞ്ഞത് ആലപ്പുഴയിലെ ആളുകളെ കുറിച്ചാണ്. നിങ്ങൾ എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ല. ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, മുൻ MLA-മാരൊക്കെ രാജിവെച്ച് CPM ഇറങ്ങിപ്പോരാ. ഈ സമയത്ത് പിണറായിസം എന്ന് അവർ പറയുമ്പോൾ, ഇടതുപക്ഷ MLA പറയുമ്പോൾ, ഞങ്ങളാരെങ്കിലും അത് ആവർത്തിച്ചാൽ നിങ്ങളുടെ അനുവാദം വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പിണറായി വിമർശിക്കണമെങ്കിൽ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ കേരളത്തെ മുച്ചൂടും കട്ടുമുടിച്ചുള്ള ഒരു മുഖ്യമന്ത്രിയെ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല. ഒരു മിനിറ്റ്, നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുകഴ്ത്തൽ നടത്തി പ്രശംസിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ എന്ത് പറയണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് മലയാളികൾ ആ രീതിയിൽ അദ്ദേഹത്തെ വിലയിരുത്തി എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നസീർ, പ്രിയപ്പെട്ട നസീർ, നിങ്ങൾ അസഹിഷ്ണുത മനുഷ്യ ഒരു മിനിറ്റ്. നിങ്ങൾ CPM-ന്റെ പ്രമുഖ നേതാക്കന്മാർ CPM വിട്ട് മറ്റു പാർട്ടികൾ ചേരുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്ക്, ശശി പാലക്കാട്ട് പരിപാടി നടത്തിയപ്പോൾ ആയിരക്കണക്കിന് CPM-മാർ പങ്കെടുത്തു. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ പരിപാടി നടത്തിയ പയ്യന്നൂർക്ക് ഏതാണ്? CPM-ന്റെ കോട്ടയല്ലേ? അവിടെ പരിപാടി നടത്തിയ CPM-ന്റെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തു. ഇപ്പൊ G സുധാകരന് വേണ്ടി ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി രംഗത്ത് വരുന്നു. ഈ സമയത്തും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞാലേ അത് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞോ, പക്ഷെ ഞങ്ങൾ എന്ത് പറയണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണ്ട. അത് നിങ്ങൾ തീരുമാനിക്കണ്ട. നിങ്ങൾ ഓരോ ചാനൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വ്യാഖ്യാനിച്ചോ. നിങ്ങൾക്ക് രാഷ്ട്രീയ ചായ്വില്ല നിങ്ങൾ പറഞ്ഞത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് ജനാധിപത്യ ബോധമുണ്ട്, ഞങ്ങൾക്ക് ധാർമ്മികതയുണ്ട്, ജനങ്ങളോട് കടപ്പാടുണ്ട്, ഉത്തരവാദിത്വ ബോധമുണ്ട്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ പറഞ്ഞോളി. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് വിലയിരുത്താനും പറഞ്ഞോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2-3 പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടെന്നുള്ളത് നേരാണ്. പക്ഷേ അവരൊന്നും BJP-ലേക്ക് പോയിട്ടില്ല. നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയെ നട്ട് വളർത്തിയ AK ആന്റണിയുടെ BJP-ക്ക്, K കരുണാകരന്റെ മകൾ BJP-ലേക്ക് എത്ര കോൺഗ്രസ് എന്താണ് അത് അവർക്ക് നഷ്ടം. പറഞ്ഞതുപോലെ അത് അവർക്ക് നഷ്ടം. താങ്കൾ പറയുന്നത് വളരെ തെറ്റാണ് കേട്ടോ. അല്ല, BJP-യിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും. അതായത് അല്ല, ഒരു മിനിറ്റ് പറയാം. ഞാൻ പറഞ്ഞു കൊടുത്ത മഞ്ജുഷ എന്നോടല്ല ചോദിച്ചത്. ഇപ്പോ നായനാർ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ശിവദാസ മേനോൻ. ഫസ്റ്റ് ആദ്യം പോയ മന്ത്രി, രണ്ടാമത് പോയ MLA പിണറായി വിജയൻ കൊണ്ടുവന്നിട്ട് അൽഫോൺ കണ്ണന്താനം. പിന്നെ BJP-യിൽ പോയിട്ടുള്ളത്
SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന, അതുപോലെ തന്നെ CPM-ന്റെ 2 തവണ MP ആയിരുന്ന അബ്ദുള്ള കുട്ടി ഇപ്പോൾ ഇങ്ങനെ നീണ്ട നിരയുണ്ട് സുഹൃത്തെ. BJP-യിലേക്ക് പോയി. ഇന്നലെ തൃശ്ശൂരിലെ MLA, ഇടതുപക്ഷ MLA പോയി എങ്ങോട്ട്? അങ്ങനെ പല ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP-യിലേക്ക് ഒഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ ആരെങ്കിലും ഈ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കല്ലേ. കേരളത്തിൽ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുന്ന ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ ശ്രീ ജേക്കബ് ജോർജ് ഒരു കാര്യം ശ്രീ ജേക്കബ് ജോർജ് UDF അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതാണോ UDF-ന് നല്ലത്, അതോ മറിച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാണോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശം, അവരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടല്ലാതെ വേറൊരു മണ്ഡലം കോൺഗ്രസിനില്ല, UDF-നില്ല. സുധാകരൻ ഒരു വിമതനായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുക സ്വാഭാവികമായിട്ട് UDF-നാണ്. അപ്പോൾ സുധാകരനെ പിന്തുണയ്ക്കാതെ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി വേണമെങ്കിൽ ജയിക്കാം. അല്ല, അത് ജയിക്കണം എന്നില്ല. അത് ജയിക്കണമെന്നില്ല. അങ്ങനെ രാഷ്ട്രീയം അവിടെ മാറണമെന്നില്ല. കാരണം അത് വേറെ പോട്ടെ, അവിടുത്തെ രാഷ്ട്രീയം എനിക്ക് നേരിട്ട് അറിയത്തില്ല. പക്ഷെ എങ്കിലും സുധാകരന് കേരള രാഷ്ട്രീയത്തിൽ ജി സുധാകരന് ഒരു പേരുണ്ട്, ഒരു പെരുമയുണ്ട്, ശരിക്കും പറഞ്ഞ ഒരു സൽപ്പേരുണ്ട്. പക്ഷെ അത് CPI അണികളിലേക്ക് അത് പകരണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഈ സക്കീർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്നെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാനിങ്ങനെ എൻ്റെ രാഷ്ട്രീയം, അങ്ങ് വലിയ രാഷ്ട്രീയ നേതാവ്, അങ്ങക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. ഞങ്ങൾ എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണോ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ? കേരള രാഷ്ട്രീയത്തെ നിങ്ങളെക്കാൾ നന്നായിട്ട് വളരെ സമചിത്തതയോടെ കാണുന്നവരാണ് ഞങ്ങൾ. അതനുസരിച്ചാണ് പറയുന്നത്. മഞ്ജുഷോ ഞാനോ ഒന്നും അതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ കേരളത്തിൻ്റെ മാധ്യമ ആ ഒരു പ്രതലത്തിൽ ഇത്രയും വർഷം നിൽക്കാൻ പറ്റത്തില്ല. വിമർശിക്കാൻ പാടില്ല പറഞ്ഞോണ്ട് പറഞ്ഞതാ. അല്ല, വിമർശിക്കാൻ പാടില്ലെന്നല്ല, നിങ്ങൾ പറയുന്ന രീതിയുണ്ടല്ലോ. ഇത് എനിക്ക് ഒരു കാര്യം, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന് പിണറായിസം എന്ന് പറഞ്ഞുകൂടാ എന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് ഒരു തെറ്റും അദ്ദേഹം പറഞ്ഞത് ഞാൻ കാണുന്നില്ല. ഇല്ല, പിണറായിസം എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് ചിരി വരുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് മനസ്സിൽ ചിരി വരുന്നത്, തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിൻ്റെ എത്രയോ നേതാക്കന്മാരെ, സീതി ഹാജി മുതൽ PK ബഷീർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ലീഗിൻ്റെ നേതാക്കൾ എത്രയോ പേരെ, അവരുടെ ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ, അവരെയൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. ആത്മാർത്ഥമായിട്ട് 80 മുതൽ ഞാൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ്. ആദ്യം മാതൃഭൂമിയിലും പിന്നീട് ഇന്ത്യ ടുഡേയിലും. എനിക്കതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയവും എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സെക്രട്ടറി, മുസ്ലിം ലീഗ് രാഷ്ട്രീയം, മുസ്ലിം രാഷ്ട്രീയം, അതുകൊണ്ട് ന്യൂനപക്ഷ രാഷ്ട്രീയം. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതെനിക്ക് ഒരു വിഷമമുണ്ട്. ശരി, നിങ്ങളുടെ നേതാക്കളോട് എണ്ണി ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊക്കെയാണ് പാർട്ടി ജി സുധാകരനോട് ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. എന്നിട്ട് മനസ്സിലായില്ലേ? നമ്മളെ ബഹുമാനായ ശ്രീ സാറിനുള്ള ഒരു മറുപടി. സാർ, ഈ ജി സുധാകരനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഈ അദ്ദേഹത്തിന്റെ പിതാവിനെയും വിളിച്ചൊന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ CPM-ന്റെ നേതൃനിരയിലുള്ള ആരും ഒരു അസഭ്യവാക്കം പറഞ്ഞില്ല. ലോക്കൽ കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ അച്ഛനെ നേതൃത്വം അറിയാം. സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ട്. അതൊക്കെ ഫേക്ക് ഐഡി അല്ല കേട്ടോ. ലോക്കൽ കമ്മിറ്റി അംഗം വരെ ഫേക്ക് ആണെന്നൊക്കെ പറയല്ലേ? ലോക്കൽ കമ്മിറ്റി അംഗമാണോ ഫേക്ക്? ലോക്കൽ കമ്മിറ്റി അംഗമാണ് വിളിച്ചെന്ന് പറഞ്ഞത്. ഫേക്കിനെ വിട്ടു. ഫേക്കിനെ നമ്മളെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഫേക്കുകൾ, അതിനെ വിട്ടു. LC അംഗം ശ്രീജി സാർ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദ മാഷ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? മുഖ്യമന്ത്രി, ഭരണത്തലവൻ, LC അംഗം ഒരു ഉത്തരവാദിത്തമില്ലേ? ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ഉത്തരവാദിത്തമില്ലേ? ആ LC അംഗത്തോട് എന്തെങ്കിലും ചോദിച്ചോ? അല്ലല്ല, ആ LC അംഗത്തോട് LC അംഗത്തിനോട് ഗോവിന്ദ മാഷ് എന്ത് ചോദിച്ചു? ശാസിച്ചു. എങ്ങനെ? എപ്പോ ശാസിച്ചു?
എവിടെ വെച്ച് ശാസിച്ചു? ഒന്നുമില്ലെന്നേ, അങ്ങനെ എപ്പോ ശാസിച്ചു? അല്ലല്ല, ഒരു സെക്കൻഡ് ഓടി പോകല്ലേ നസീറ, എവിടെ നിന്നാ നസീറ? എപ്പോ ശാസിച്ചു? എപ്പോ ശാസിച്ചു? ഒരു എവിടെ വെച്ച് ശാസിച്ചു? മാത്രമല്ല അദ്ദേഹത്തിന് എന്തോ ഒരു സ്ഥാനം കൊടുത്തു എന്നും സുധാകരൻ പറയുകയുണ്ടോ? ഞാനത് മറന്നുപോയി. ഒരു ശാസനയില്ല. അങ്ങനെ പറയരുത്, അദ്ദേഹത്തിന്റെ വയസ്സിനെ വിമർശിക്കരുത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വയസ്സിനെ വിമർശിക്കേണ്ടി വരും. അല്ല, പക്വതയൊക്കെ കാണിക്കട്ടെ സാർ. ഈ 2 തവണ മന്ത്രിയാക്കി എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? LC അംഗം തന്തയ്ക്ക് വിളിക്കുന്നതിനെ ശ്രീ നസീർ ന്യായീകരിക്കരുത്. അദ്ദേഹത്തിനെ ചീത്ത വിളിച്ച തെറ്റാണ്. അതാര് പറയണം? ഗോവിന്ദ മാഷ് അത് പറഞ്ഞില്ലല്ലോ. എന്താ ഗോവിന്ദ മാഷ് അത് പറഞ്ഞില്ലല്ലോ? ഗോവിന്ദ മാഷ് ലോക്കൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് വാണി കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഓഫീസിലും വിളിച്ചിട്ട് മനസ്സിലായി നിർദ്ദേശം കൊടുക്കും. സുധാകരനെതിരെ അങ്ങനെ കൊലവിളി നടത്തരുതെന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് സാർ. ഒന്നുമില്ല, ഒന്നുമില്ല. അത് നസീർ അറിഞ്ഞു, ജി സുധാകരൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുന്നത്? ശ്രീ നസീർ അത് അറിഞ്ഞു, ശ്രീ സുധാകരൻ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സാർ, ലക്ഷക്കണക്കിന് അണികളുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ്. അണികളെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അണികളെ കുറിച്ച് പരാതിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ജില്ലാ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെയുള്ള ആളുകളെ കുറിച്ചാണ്. അതിലെ അണികളെ പോകുന്ന ആൾക്കാരെ നിങ്ങൾ പിടിച്ച് LC ഇടുവോ ശ്രീ നസീറെ? വഴിയോടെ പോയ ആളൊന്നും അല്ല, ഫേക്ക് ഐഡി ഒന്നും അല്ല. ഒരു 6 മാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ കണ്ടോ ആ ചോദ്യത്തിന് മറുപടി ഇല്ല അദ്ദേഹത്തിന്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ജി സുധാകരൻ CPM വിട്ടതിനോട് യോജിക്കുന്നു എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. യോജിക്കുന്നു എന്ന് 87% പ്രേക്ഷകരും, ഇല്ല എന്ന് 11%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.